മുണ്ടക്കൈ ദുരന്ത ബാധിതരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനാസ്ഥയെന്നാരോപിച്ച് വയനാട് കളക്ടറേറ്റ് വളഞ്ഞ് UDF പ്രതിഷേധം. സമരക്കാരെ മറികടന്ന് ചില ജീവനക്കാർ കളക്ടറേറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പ്രവർത്തകരും പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദത്തിലേക്ക് പോകരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ കളക്ടറേറ്റിന് മുന്നിൽ ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ തുടങ്ങിയ ഉപവാസ സമരം രാവിലെ 7 മണിക്ക് അവസാനിച്ചു. ഇതോടെ കളക്ടറേറ്റിലേക്കുള്ള 3 ഗേറ്റുകൾക്ക് മുന്നിലും UDF ഉപരോധ സമരം തുടങ്ങി. 10 മണിക്ക് മുമ്പായി സർക്കാർ ജീവനക്കാർ കളക്ടറേറ്റിന് മുന്നിലേക്കെത്തി. ചിലർ അകത്ത് കയറാൻ ശ്രമിച്ചു എന്നാരോപിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തുടർന്ന് പോലീസുമായി വാക്കേറ്റം. സമരത്തെ പൊളിക്കാൻ പോലീസ് തന്നെ കൂട്ടുനിൽക്കുകയാണ്. ഞങ്ങളൊരു കാര്യം പറയാം, ഈ പ്രധാനമന്ത്രി വന്നുപോയപ്പോ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയതാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതുവരെ ദുരന്ത സ്ഥലത്തേക്കും ദുരന്തബാധിതരെ കാണാൻ മുഖ്യമന്ത്രി പോലും വന്നില്ല. ഈ സമരം ദുരന്തബാധിതർ നേതൃത്വം കൊടുക്കുന്ന സമരമാണ്. ഈ സമരം സമ്പൂർണമായ വിജയമാകും, ഒരു തർക്കവുമില്ല. ദുരന്തബാധിതർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി ET മുഹമ്മദ് ബഷീർ MP ആണ് സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്തത്. 11:30 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ അരുതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാറുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുണ്ട്. അതെല്ലാം എല്ലാവർക്കും നടത്താം, എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വൈകലുണ്ടായാൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് UDFന്റെ മുന്നറിയിപ്പ്. 24 വയനാട്.